ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ITI കേരള ചാനൽ. നമുക്കിന്ന് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ, അതായത് നമ്മൾ ഇത്രയും നാളും എൻജിനീയറിംഗ് ഡ്രോയിങ്ങിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് എൻജിനീയറിംഗ് ഡ്രോയിങ് പോലെ തന്നെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ് നമ്മുടെ ITI ട്രേഡിൽ. എല്ലാ എൻജിനീയറിംഗ് ട്രേഡുകളിലും വർക്ക്ഷോപ്പ് കാൽക്കുലേഷനും എൻജിനീയറിംഗ് ഡ്രോയിങ്ങും നിർബന്ധമായിട്ടും നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് പാസ്സായിരിക്കേണ്ട ഒരു പരീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വർക്ക്ഷോപ്പ് കാൽക്കുലേഷനെ കുറിച്ചും കൂടി നമുക്ക് നോക്കാം. അത് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ഒരുപാടുണ്ട് പഠിക്കാൻ. അതുകൊണ്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ധാരണ നമുക്ക് കിട്ടും എങ്ങനെ ഒരു പരീക്ഷയെ നേരിടാമെന്നുള്ളത്. നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് 150 മാർക്കിലാണിത്. അത് വർക്ക്ഷോപ്പ് കാൽക്കുലേഷനും ഡ്രോയിങ്ങും കൂടി ഉള്ളതാണ്. അതുകൊണ്ടാണ് 150 മാർക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ മറിച്ച് കാണിക്കാം. ഇതിനകത്ത് ആകെ ടോട്ടൽ 25 ചോദ്യങ്ങളാണുള്ളത്. 1 മുതൽ 25 ചോദ്യങ്ങൾ വർക്ക്ഷോപ്പ് കാൽക്കുലേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കിത് 1 by 1 ആയിട്ട് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അടുത്ത് കാണിക്കാം, നമുക്ക് വായിക്കാൻ പോലെ. ഹൗ മെനി മൈൽ ഈസ് 1 കിലോമീറ്റർ? ഒരു മൈൽ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണെന്നാണ് ചോദ്യം. അത് നമുക്കറിയാം. 0.62 മൈലാണ് 1 കിലോമീറ്റർ. അതായത് 1 കിലോമീറ്റർ ഇസ് ഈക്വൽ ടു 0.62 മൈലെന്ന് നമുക്ക് പറയാം. അതല്ലെങ്കിൽ നമുക്ക് ചോദ്യം വേറെ രീതിയിൽ ചോദിക്കാം. ഒരു മൈൽ എത്ര കിലോമീറ്റർ ആണ്? 1 മൈൽ ഇസ് ഈക്വൽ ടു 1.60 കിലോമീറ്റർ ആണ്. ചിലപ്പോൾ ചോദ്യം ഇങ്ങനെ തിരിച്ചും ചോദിക്കാം. അതുകൊണ്ടാണ് 2 രീതിയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ സോൾവ് ചെയ്തു. അത് B ആണ്. നമ്മൾ OMR ഷീറ്റിൽ B ബബിൾ ചെയ്തു. നമുക്കവിടെ അതിൻ്റെ മാർക്ക് കിട്ടിയിരിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി സം ഓഫ് 1/4 പ്ലസ് 7/12 പ്ലസ് 7/9? അതൊരു ഫ്രാക്ഷൻസിനെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് 3 ഫ്രാക്ഷൻ ഉണ്ട്, അതിനെ ആഡ് ചെയ്യാൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ സോൾവ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ഈ ഡിനോമിനേറ്റർ നമ്മളെല്ലാം ശ്രദ്ധിക്കുക. എല്ലാ ഡിനോമിനേറ്ററിനും വ്യത്യസ്തമായ നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് 4, അടുത്ത 12, അടുത്ത 9 ആണ്. അപ്പോൾ നമ്മളതിനെ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളതിന് കോമൺ ആയിട്ടുള്ളൊരു ഡിനോമിനേറ്ററിലോട്ട് എത്തിച്ചേരണം. ഇതിനിപ്പോൾ 4 ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. കോമൺ ഡിനോമിനേറ്റർ എത്താൻ വേണ്ടി 4 ആദ്യം ഞാനിവിടെ ഈ 4 എടുത്ത് ഇങ്ങോട്ട് എഴുതി. അടുത്ത ഞാനിവിടെ 12 എഴുതി, 9 എഴുതി. എന്നിട്ട് ഞാനിങ്ങനെ ഒരു വര വരച്ചു. ഇപ്പോൾ ഇതിനകത്തുനിന്ന് കോമൺ ആയിട്ടുള്ള 4ലും 12ലും കോമൺ ആയിട്ടുള്ള ഞാനിവിടെ 4 എന്ന് എഴുതി. അപ്പോൾ 4ൽ നിന്ന് 4 ഒരു തവണ പോവും. 4ൽ 12ൽ 4 3 തവണ പോവും. 9ൽ 4 പോകത്തില്ല. അപ്പോൾ അത് 9 ആയിട്ട് തന്നെ തിരിച്ചെഴുതി. അടുത്ത കഴിഞ്ഞ് ഇവിടെ 3 കോമൺ ആയിട്ടുള്ളത് ഇത് രണ്ടിലും. അപ്പോൾ അത് ഞാൻ 3ൽ ഒരു തവണ പോവും, 9ൽ 3 തവണ പോവും. അടുത്ത 3 അപ്പോൾ ഇതിനകത്ത് ഡിനോമിനേറ്റർ കോമൺ ആയിട്ടുള്ളത് നമുക്ക് 4 × 3 × 3, അതായത് 4 × 3 12, 12 × 3 36. ഡിനോമിനേറ്റർ നമുക്ക് കോമൺ ആയിട്ടുള്ള 36 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. 1/4 അപ്പോൾ 4 36 ആവണമെങ്കിൽ നമ്മൾ എത്രയും കൊണ്ട് ഇൻറ്റു ചെയ്യണം? നമ്മൾ 12 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 12/12 ഇൻറ്റു 1/4 പ്ലസ്, ഇനി 12 36 ആവണമെങ്കിൽ എത്രയും കൊണ്ട് ഇൻറ്റു ചെയ്യണം? 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 3/3 ഇൻറ്റു 7/12 പ്ലസ്, ഇനി 9 36 ആണെങ്കിൽ 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 4/4 ഇൻറ്റു 7/9. അതിൻ്റെ ഉത്തരം ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 12/36 പ്ലസ് 3 × 7 21/36 പ്ലസ് 4 × 7 28/36. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ എല്ലാം നമുക്ക് കോമൺ ആയിട്ട് കിട്ടി. അപ്പോൾ ബാക്കി മുകളിൽ കിടക്കുന്ന ഡിനോമിനേറ്റർ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 12 പ്ലസ് 21 436 ആണെങ്കിൽ 9 മതിയായിരുന്നു കേട്ടോ. സോറി, അപ്പോൾ 9 × 9 ഇത് 9 ആണ്. ഓക്കെ, 9 പ്ലസ് 21 പ്ലസ് 28 എന്ന് പറഞ്ഞാൽ 58 കിട്ടി. 58/36 കിട്ടി. അതിന് ഒന്നുകൂടി സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 29/18 കിട്ടി. അപ്പോൾ ഇത് ഈ ഓപ്ഷൻസിൽ 29/18 ടിക്ക് ചെയ്യുക. അതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് √0.2916? നമുക്ക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ചോദ്യം സോൾവ് ചെയ്യാവുന്നതാണ്. നമ്മൾ
പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു കാൽക്കുലേറ്റർ നിർബന്ധമായിട്ടും കയ്യിൽ കരുതുക. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ പെട്ടെന്ന് സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. സോറി, എൻ്റെ ഫോണിൽ തന്നെയാണ് കാൽക്കുലേറ്റർ, അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾ കാൽക്കുലേറ്റർ കൈ കരുതുക. അത് ഇതിൻ്റെ ഉത്തരം നമ്മളിത് ഒരിക്കലും 54 ആവില്ല, കാരണം 54ൻ്റെ റൂട്ടല്ല ഇതല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഇതായിരിക്കാണ് ചാൻസ്. 0.54 ആണ് ഇതിൻ്റെ. 0.54 ഇൻറ്റു 0.54 ആയിരിക്കും 0.2916. അതുകൊണ്ട് ഇതാണ് ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. നെയിം ദി മെക്കാനിക്കൽ പ്രോപ്പർട്ടി ദാറ്റ് മെറ്റൽ ക്യാൻ വിത്ത്സ്റ്റാൻഡ് എ ഷോക്ക്. അതായത് ഒരു മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഒരു പെട്ടെന്നൊരു ഷോക്കിനെയൊക്കെ, അതായത് ഇലക്ട്രിക് ഷോക്കല്ല ഉദ്ദേശിക്കുന്നത്, പെട്ടെന്നൊരു വലിയൊരു ചുറ്റിയ കൊണ്ടൊരു മെറ്റൽ പീസിനെ അടിക്കുമ്പോഴത്തേക്കും ആ അടി അത് ഉൾക്കൊള്ളാൻ കഴിവുള്ള മെറ്റലിന് ക്വാളിറ്റി, അതിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്നാണ് ചോദ്യം. നമുക്കറിയാം ടെനിസിറ്റി അല്ല, എലാസ്റ്റിസിറ്റി അല്ല, ബ്രിട്ടിൽനെസ് അല്ല. ബ്രിട്ടിൽ മെറ്റീരിയൽ ആണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അതായത് ടഫ്നെസ്സും ഉണ്ട്. ടഫ്നെസ് ആണ് അതിൻ്റെ ഉത്തരം. അതായത് ഒരു ഷോക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ ടഫ്നെസ് എന്ന് വിളിക്കും. ഓക്കെ, ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതല്ല. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ വലിച്ചു കഴിയുമ്പോഴത്തേക്കും തിരിച്ചു വരാൻ, പൂർവ്വസ്ഥിതിയിലോട്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. 0.1 ഇൻറ്റു 0.01 എത്രയാണെന്നാണ്. അപ്പോൾ ഇതിനകത്ത് പോയിൻ്റ് കഴിഞ്ഞ് 1 ഉണ്ട്, ഇത് പോയിൻ്റ് കഴിഞ്ഞ് 2 സംഖ്യ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പോയിൻ്റ് കഴിഞ്ഞ് 1ഉം ഈ 2ഉം കൂടി കൂട്ടിയ പോയിൻ്റ് കഴിഞ്ഞ് 3 പറഞ്ഞത്, അതായത് 0.001. ഇതാണ് അതിൻ്റെ ഉത്തരം. ഇത് കഴിഞ്ഞ് പോയിൻ്റ് കഴിഞ്ഞ് 1, 2, 3 സംഖ്യ ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, ആറാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദി വെയ്റ്റ് ഓഫ് കോപ്പർ ഇഫ് ദി പെർസെൻറ്റേജ് ഓഫ് കോപ്പർ ഈസ് 86% ഇൻ ആൻ അലോയ് വെയ്റ്റ് ഓഫ് 150 kg. അതായത് ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഒരു അലോയ് ഉണ്ട്, കോപ്പറിൻ്റെ അലോയ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ അലോയുടെ വെയിറ്റ് 150 കിലോ ആണ്. അതിനകത്ത് കോപ്പറിൻ്റെ അംശം 86%. അപ്പോൾ 150 ഇൻറ്റു 86% നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് 129 കിട്ടും. അത് നമ്മൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കണം. വേറെ കാൽക്കുലേറ്റർ ഉണ്ട്, അതിനകത്ത് ഞാൻ കാണിച്ചു തരാം. 150 ഇൻറ്റു 86 ഡിവൈഡ് ബൈ 100, ദാറ്റ് ഈസ് 129. കണ്ടല്ലോ, അതാണ് 129 ഞാൻ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അടുത്തത്. ദി കോസ്റ്റ് പ്രൈസ് ഓഫ് 21 മാംഗോസ് ആർ ഈക്വൽ ടു ദി സെല്ലിംഗ് പ്രൈസ് ഓഫ് 18 മാംഗോസ്. ഫൈൻഡ് ദി പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അതായത് 21 മാങ്ങ ഞാൻ മേടിച്ചിട്ട് ആ മേടിച്ച വില കിട്ടാൻ 18 മാങ്ങ ഞാൻ വിറ്റപ്പോൾ എനിക്ക് ആ 21 മാങ്ങ മേടിച്ചതിൻ്റെ വില എനിക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റിന് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് 21 മാങ്ങ മേടിക്കാൻ 100 രൂപ എനിക്ക് ചിലവായപ്പോൾ അത് ഞാൻ 18 മാങ്ങ വിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ 100 രൂപ തിരിച്ച് കിട്ടിയെന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് മൂന്നെണ്ണം, അതായത് നമുക്ക് മെച്ചം 3 എണ്ണം അല്ല, അതായത് 18 എണ്ണം വിറ്റപ്പോഴേ നമുക്ക് അതിന് പൈസ തിരിച്ചു. അപ്പോൾ 3 എണ്ണം ബാക്കി മിച്ചമാണ്. ബൈ സെല്ലിങ് 18 എണ്ണം. അപ്പോൾ ഡിവൈഡ് ബൈ കൂട്ടി നോക്കാം. 18 ഇൻറ്റു 100 16.66 ആണ് നമുക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇൻറ്റു 100 ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ABC ഇഫ് AB ഈസ് ഈക്വൽ ടു 9:12, BC ഈസ് ഈക്വൽ ടു 8:10? അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു വിധമുണ്ട്. ABCയുടെ റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. AB എന്ന് പറഞ്ഞാൽ 9:12 എന്ന് ഞാൻ എഴുതി. ആ 12ൻ്റെ B ആണ് ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള പറഞ്ഞിരിക്കുന്നത്. അതായത് B:C 8:10 എന്നും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് B ആണ് കോമൺ ആക്കി എടുക്കേണ്ടത് നമ്മൾ. ഓക്കെ, ആ B കോമൺ ആക്കി എടുക്കുന്നത് 12നെ 8നെയും കോമൺ ആക്കി എടുക്കാൻ നമുക്ക് 12 കഴിഞ്ഞാൽ 18 കോമൺ ആവില്ല, 16 കോമൺ ആവില്ല, 24 കോമൺ ആവും. 24 12 ഉണ്ട് 8 ഉണ്ട്. അപ്പോൾ
24 12നെ 24 ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ ഈ 9നെ ഇൻറ്റു 2 ചെയ്യുക. അതായത് 18 ഇൻറ്റു 24 ഈ താഴത്തെ 8ന് 24 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 24 ഇത് 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 30. അപ്പോൾ ഇത് കോമൺ ആയില്ലേ. അതായത് 18:24:30 കിട്ടി. ഇതാണ് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഒരു റേഷ്യോ കിട്ടിയത്. അതായത് A:B:C. ഇവിടെ നമുക്ക് ഉത്തരം ശ്രദ്ധിക്കുക. ഉത്തരത്തിനകത്ത് 120:96:72 എന്നൊക്കെ കൊടുത്തിരിക്കും. അപ്പോൾ ഇവിടെ 18:24:30. അതായത് കുറഞ്ഞതിൽ നിന്നും കൂടിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇതല്ല 96:72 ഇവിടെ കുറഞ്ഞു പോയി. അപ്പോൾ ഇതല്ല 72:96:120 അത് കൂടിയാണ് വന്നിരിക്കുന്നത്. ശരിയാണ്. ഇത് 96 ഇത് ഇടയ്ക്ക് ഇവിടെ കൂടിയും കുറഞ്ഞു വയ്ക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ. അടുത്ത ചോദ്യം, ദി യൂണിറ്റ് ഓഫ് എനർജി ഇൻ SI സിസ്റ്റം. SI സിസ്റ്റത്തിൽ എനർജിയുടെ യൂണിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, ജൂളാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ. ദി വാല്യൂ ഓഫ് √4579 എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊരു കാൽക്കുലേറ്റർ നമ്മൾ കൈ കരുതുക. അതിനകത്ത് നമ്മൾ ഒരു ചിഹ്നമുണ്ട്, ഈ ചിഹ്നമുണ്ട്. ആ ചിഹ്നം അടിച്ചിട്ട് ഈ നമ്പർ അടിച്ച് ഈക്വൽ ടു അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. അതിൻ്റെ ഉത്തരം ഇപ്പോൾ ഞാനിത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 214 ആണ്. എൻ്റെ ഫോണുള്ള കാൽക്കുലേറ്റർ ഞാൻ കൂട്ടി നോക്കിയിരുന്നു. ഇതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ. അടുത്തത്, വാട്ട് ഈസ് ദി വെയ്റ്റ് ഓഫ് റെക്റ്റാങ്കുലർ സ്റ്റീൽ പ്ലേറ്റ് ഇൻ kg ഓഫ് സൈസ് 150 × 110 × 10 സെൻറ്റിമീറ്റർ ആൻഡ് ഡെൻസിറ്റി ഈസ് 7.85 g/cm³. ഇതാണ് ചോദ്യം. അതായത് ഒരു റെക്റ്റാങ്കുലർ സ്റ്റീൽ പ്ലേറ്റിൻ്റെ വെയിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ അളവ് തന്നിട്ടുണ്ട്. അതായത് 150 × 110 × 10 സെൻറ്റിമീറ്റർ എന്ന് അതിൻ്റെ അളവ് തന്നിട്ടുണ്ട്. ഡെൻസിറ്റി അവർ പറഞ്ഞിട്ടുണ്ട് ഇത്ര, അതായത് ഇത്ര ഭാഗത്തിന് ഇത്ര വെയിറ്റ് ഉണ്ടാവുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളിത് ആദ്യം വോളിയം ഇതിനകത്ത് കണ്ടുപിടിക്കുന്നത്. വോളിയം എന്ന് പറഞ്ഞാൽ 150 × 110 × 10 150 × 110 × 10 നമുക്ക് കിട്ടി 165,000. അപ്പോൾ അങ്ങനെ നമുക്കിതിൻ്റെ സെൻറ്റിമീറ്റർ ക്യൂബ് നമുക്ക് ഇതിൻ്റെ വോളിയം കിട്ടി. ഇത്രയും വോളിയം ഉണ്ട്. അപ്പോൾ ഇതിന് ഇത്ര സെൻറ്റിമീറ്റർ ക്യൂബ് നമുക്കുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സെൻറ്റിമീറ്റർ ക്യൂബിൽ 7.85 ഗ്രാം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതേ ഇൻറ്റു 7 × 8.5 അടിച്ചു നോക്കുമ്പോഴത്തേക്കും നമുക്ക് 1295250 എന്ന് കിട്ടി. ഇത് സെൻറ്റിമീറ്റർ ക്യൂബിലാണ്. നമ്മളിത് കിട്ടിയിരിക്കുന്നത് kg എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് വെയിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിത് കിട്ടിയത് ഗ്രാമിലാണ്. അപ്പോൾ ഇത് kg-ലോട്ടാക്കുമ്പോഴത്തേക്കും 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതായത് 1295.25 ഉണ്ട്. അത് ഇവിടെ ഉണ്ട്. 1295.25 kg ആണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. 12ാമത്തെ ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ദി ഫോർമുല ഓഫ് ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ഇക്വേഷൻ ഓഫ് മോഷൻ? നമ്മളത് വെലോസിറ്റി ആക്സലറേഷനൊക്കെ പഠിച്ചപ്പോഴത്തേക്കും ഡിസ്റ്റൻസ്, വെലോസിറ്റി, ആക്സലറേഷനൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ അതിൻ്റെ ഫോർമുല ഇക്വേഷനൊക്കെ പഠിച്ചിരുന്നു. ഇതിനകത്ത് നമ്മൾ എല്ലാം കാണാപ്പാടം നമ്മൾ പഠിച്ചിട്ട് പോകുന്നതാണ്. ഇതൊക്കെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ മനപ്പാടം പഠിച്ചിട്ട് പോവുക. ഇത് S = ut + ½ AT² നമ്മളിത് ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ ഉത്തരം. S എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. ഇതിൽ U എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, T എന്ന് പറഞ്ഞിട്ട് ടൈം, A എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ, ഇത് T അത് സെയിം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 26 / √x = 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് x എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കണം. 26 / 2 = √x എന്ന് നമുക്ക് ഇതിനെ എഴുതാം. ഓക്കെ. 26/2 എന്ന് പറഞ്ഞാൽ 13 = √x. അതായത് ഈ റൂട്ടിന് എടുത്ത് കളയുമ്പോഴത്തേക്കും നമ്മൾ x = 13² എന്ന് എഴുതാം. 13² എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് 169 ആണ്. അതാണ് ഇതിൻ്റെ ഉത്തരം. 13² നമ്മൾ കാൽക്കുലേറ്ററും കൊണ്ട് അടിച്ചു നോക്കിയാൽ അറിയാം. 13 നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയാം. അടുത്ത ചോദ്യം, ഫൈൻഡ് ദി വാല്യൂ ഓഫ് x ഫ്രം ദി റേഷ്യോ ഓഫ് 300:6000 = 1:x. അതായത് 300:6000 എന്നുള്ളൊരു റേഷ്യോയിലാണ് 1:x കിടക്കുന്നത്. ഓക്കെ. അപ്പോൾ 300:6000 നമ്മൾ ഇച്ചിരി ചെറുതാക്കാം. 300 / 6000 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ 2 0 ആദ്യം വിട്ടുകളെ 3/60, അതായത് 1/20 എന്ന് കിട്ടി. ഓക്കെ. അതായത്
1:20 = 1:x. അതായത് എക്സിൻ്റെ വാല്യൂ 20 ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടി. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി പെർസെൻറ്റേജ് ഓഫ് അക്സെപ്റ്റൻസ് ഇഫ് 2000 കാർസ് ആർ റിജക്റ്റഡ് ഔട്ട് ഓഫ് 10,000 കാർസ് ടെസ്റ്റഡ് ഓൺ റോഡ്. അതായത് 10,000 കാറുകൾ റോഡിൽ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും 2000 എണ്ണം റിജക്റ്റ് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അക്സെപ്റ്റ് ചെയ്ത് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 8000 കാറാണല്ലോ, 10,000 ടെസ്റ്റ് ചെയ്തപ്പോൾ 2000 റിജക്റ്റ് ചെയ്തു. അപ്പോൾ അതിനകത്ത് 8000 ആണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. 8000 / 10,000 × 100 ആണ് അതിൻ്റെ പെർസെൻറ്റേജ്. അതായത് 80% ആണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എ ആണ്, 80%. ഓക്കെ. അടുത്ത് സിംപ്ലിഫൈ 3 / 4 × 5 / 7 × 11/3 / 2/4 × 14/6. ഇനി നമുക്ക് അറിയാം ബോട്ട് മാസ് ആണിത്, സിമ്പിളാണിത്. നമ്മൾ ആദ്യം ഡിവൈഡ് ബൈ ശേഷമുള്ളത് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ. 3/4 × 5/7 × 11/3. ഇതിനെ നമ്മളൊന്ന് ഇൻറ്റു ചെയ്താക്കി. അതായത് ഈ 2 × 14 / 4 × 6. 4 × 6 എത്രയുണ്ട്? 4 × 6 എന്ന് പറഞ്ഞാൽ 4 × 6 24 കിട്ടി. അതിന് നമ്മൾ മുകളിൽ എഴുതും. ഓക്കെ. 2 × 14 28. അത് നമ്മൾ താഴെ എഴുതും. എന്നിട്ട് ഇത് തിരിച്ചിടുമ്പോഴത്തേക്കും നമ്മൾ ഇൻറ്റു ഇട്ടാൽ മതി. ഡിവൈഡ് മാറ്റിയിട്ട് ഇൻറ്റു ഇട്ടാൽ മതി. അതിനുശേഷം നമ്മളിത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. 3 × 3 പോയി. ഈ 24 × 28 കിട്ടുമ്പോഴത്തേക്കും നമുക്ക് 12/14 കിട്ടും. ഈ 12-ന് ഈ 4-നെ വെട്ടാം. ഇവിടെ 1 ഇവിടെ 3 വന്നു. അടുത്ത നമുക്കിത് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 5 × 11. അതായത് 55 × 3 എന്ന് പറയുമ്പോൾ 165 വന്നു. 165 / 7 × 14. അതായത് 98 ആണ്. 165/98. ഇതാണ് അതിൻ്റെ ഉത്തരം. 16-ൻ്റെ ഉത്തരം കണ്ടോ, 165/98 ഉണ്ട്. ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദി വർക്ക് ഡൺ ബൈ ടൈം. വർക്ക് ഡൺ / ടൈം എന്താണെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം വർക്ക് ഡൺ ബൈ ടൈം എന്ന് പറഞ്ഞാൽ പവറാണ്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആയിരുന്നു അല്ലേ. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ / ടൈമാണ്. എനർജി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ്. ഓക്കെ. ഇത് അടുത്തത്, ഫൈൻഡ് ദി റേഷ്യോ ഓഫ് 90 സെൻറ്റിമീറ്റർ ടു 15 സെൻറ്റിമീറ്റർ. അതായത് 90 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 15 സെൻറ്റിമീറ്റർ. അതായത് 90 / 15 എടുത്താൽ മതി. 90 / 15 എന്ന് പറഞ്ഞാൽ 6:1 ആണ്. ഓക്കെ. ഇതിനെ വെട്ടിക്കഴിയുമ്പോൾ 6/1 എന്ന് വരും. അതായത് സി ആണ് ഇതിൻ്റെ ഉത്തരം, 6/1. ഓക്കെ. ഹൗ മെനി mm³ ഈസ് 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്നാണ് അടുത്ത ചോദ്യം. അതായത് എത്ര മില്ലിമീറ്റർ ക്യൂബാണ് 1 സെൻറ്റിമീറ്റർ ക്യൂബ്? 1 മില്ലിമീറ്റർ എത്രയുണ്ട്? 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്ററാണ്. ഓക്കെ. 10 മില്ലിമീറ്ററാണ്. 10 മില്ലിമീറ്റർ = 1 സെൻറ്റിമീറ്റർ. അതായത് 10 മില്ലിമീറ്റർ ക്യൂബ് = എത്ര സെൻറ്റിമീറ്റർ ക്യൂബാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിത് ചോദിച്ച് നോക്കിയാൽ അറിയാം. 10 × 10 × 10. അതായത് 1000 മില്ലിമീറ്റർ ക്യൂബാണ് 1 സെൻറ്റിമീറ്റർ ക്യൂബ്. അതായത് ഉത്തരം സി ആണ്. അടുത്തത്, എ പുള്ളർ ഈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് എ മാസ് വിത്ത് ഫോഴ്സ് 500 ന്യൂട്ടൺ ടു എ ഹൈറ്റ് ഓഫ് 5 മീറ്റർ. ഫൈൻഡ് ദി വർക്ക് ഡൺ. വർക്ക് ഡൺ ഞാനിവിടെ നേരത്തെ പറഞ്ഞു. എന്താണ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് ഫോഴ്സ് പറഞ്ഞിട്ടുണ്ട് 500. ഹൈറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 5 മീറ്റർ. ഇതേ ഇൻറ്റു ഇത് ഈ 2500 ന്യൂട്ടൺ മീറ്റർ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ബി ആണ്, 2500 ന്യൂട്ടൺ മീറ്റർ. ഓക്കെ. നമ്മൾ തെറ്റിക്കരുത്. അടുത്തത്, കൺവേർട്ട് ദി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഓഫ് 163 / 7 ഇൻറ്റു മിക്സഡ് ഫ്രാക്ഷൻ. ഓക്കെ. മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 163 / 7 ചെയ്യുമ്പോൾ 16-ൽ 1 പോകത്തില്ല 7. അപ്പോൾ 16-ൽ എത്ര തവണ പോവും?
2 വേണം. അപ്പോൾ ഇവിടെ 14 എഴുതി, ശിഷ്ടം 2 വന്നു. 3 ഇറക്കി എഴുതി, 21 7 തവണ പോവും. 21 3 തവണ പോയി അല്ലേ? ഓക്കെ, 21 2, അതായത് 23 2/7. ഇതാണ് ഉത്തരം, ഡി ആണ് ഉത്തരം. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദി ഫോർമുല ഓഫ് കാൽക്കുലേറ്റിംഗ് വെയിറ്റ്. വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണെന്ന് ചോദിച്ചിരിക്കും. വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ് ഇൻറ്റു ഗ്രാവിറ്റിയാണ്. ഇവിടെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി, മാസ് ഇൻറ്റു റിട്ടാർഡേഷൻ, മാസ് ഇൻറ്റു ആക്സലേഷൻ, മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷൻ. ഓക്കെ, ഡി ആണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, വെൻ എ കാർ ഈസ് റണ്ണിങ് അറ്റ് 40 km/h സഡൻലി ഇൻക്രീസ്ഡ് ഇസ് സ്പീഡ് അപ് ടു 100 km/h ഇൻ 6 സെക്കൻഡ്സ് വാട്ട് ഈസ് ദി ആക്സലറേഷൻ. ഞാനത് നേരത്തെ പറഞ്ഞായിരുന്നു. ഇതിൻ്റെ കണക്ക് നമ്മൾ നേരത്തെ ഇക്വേഷൻ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു പോർഷനിൽ ഉപയോഗിച്ച് നമ്മൾ ഇക്വേഷൻസ് ഉപയോഗിച്ച് വേണം ചെയ്യാം. ഓക്കെ, അടുത്തത് വാട്ട് ആർ ദി അലോയ് മെറ്റൽസ് ഓഫ് ബ്രാസ്. ബ്രാസിൻ്റെ അലോയ് മെറ്റൽസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോപ്പറും സിങ്കും ആണ്. കോപ്പർ, ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കോപ്പറും ടിന്നും ഉണ്ട്, കോപ്പർ സിങ്കും ഉണ്ട്, കോപ്പർ ലെഡും ഉണ്ട്, കോപ്പറും മാഗ്നീഷ്യം ഉണ്ട്. കോപ്പറും ടിന്നും എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രോൺസ് ആണ്. കോപ്പർ സിങ്കും ആണ് ബ്രാസ്. ഓക്കെ, നമ്മൾ ഉത്തരം ബി ആണ്. ഈ 23ാമത്തെ ചോദ്യം നിങ്ങൾ ആ ഫോർമുല വെച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ സമയമില്ല അത് കാണിച്ചു തരാം, അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യാത്തത്. അടുത്തത് 2 trains എ ആൻഡ് ബി, അതായത് 2 ട്രെയിനുകൾ എയും ബിയും ആർ മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഒന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ടാണ്. ഓക്കെ, ട്രെയിൻ എ ഈസ് 200, അതായത് ഞാനിങ്ങനെ എഴുതാം, ഇങ്ങനെ വരയ്ക്കാം. ഇത് ട്രെയിൻ എ ആണെന്നിരിക്കട്ടെ, ഇത് ഇങ്ങോട്ട് പോകുന്നു. ഇത് ട്രെയിൻ ബി ആണെന്നിരിക്കട്ടെ, അത് ഇങ്ങോട്ട് പോകുന്നു. ട്രെയിൻ എയുടെ നീളം 200 മീറ്റർ ഉണ്ട്. അത് 60 km/h, അതായത് 60 km/h ഓടുന്നത്. ഓക്കെ, അതായത് ട്രെയിൻ ബി 300 മീറ്ററാണ്, അപ്പം 300 മീറ്റർ, ഇതിന് 300 മീറ്റർ നീളമെന്ന് എഴുതിക്കോളാം. ഓക്കെ, ഇത് 120 അതിൽ സ്പീഡിലാണ് പോകുന്നത്, 120 km/h ഇത് ഓടുന്നത്. ഓക്കെ, ഹൗ മച്ച് ടൈം ഇറ്റ് ടേക്സ് ഫോർ ട്രെയിൻസ് ടു ക്രോസ് ഈച്ച് അതർ, അതായത് ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത്, അതായത് ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓടുമ്പോഴത്തേക്കും ഇത് ക്രോസ് ചെയ്ത്, അതായത് ഇതിൻ്റെ മുന്നു മുതൽ പുറകു വരെ ഓടി തീരാൻ, അതായത് ക്രോസ് ചെയ്യാൻ, ഫുള്ളായിട്ട് ക്രോസ് ചെയ്യാൻ എത്ര സെക്കൻഡ് എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ഈ 2 ട്രെയിനിൻ്റെ നീളം നമ്മൾ കൂട്ടുക, 200 + 300 500 കിട്ടി. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ 500 എന്ന് എടുക്കും. ഓക്കെ, ഡിസ്റ്റൻസ് D = 500. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽ ഇതിൻ്റെ സ്പീഡാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സ്പീഡ് പറയുമ്പോഴത്തേക്ക് അത് രണ്ടും പ്ലസ് ചെയ്യാം. 120 + 60 180 km/h. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വേറൊരു ഫോർമുല അറിയാം, സ്പീഡ് = അതായത് 180 ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടൈം. ഡിസ്റ്റൻസ് നമുക്കറിയാം 500 എന്നറിയാം, ബൈ ടൈം നമുക്ക് അറിയേണ്ട ടൈമാണ് കണ്ടുപിടിക്കുന്നത്. ഇത് 180 km/h, ഇത് മീറ്ററിലും. അപ്പോൾ ഇതിനെ മീറ്ററിലോട്ട് ആക്കുമ്പോഴത്തേക്കും ഒരു 2 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 180, അതായത് 18,000 / 500 = 1/t എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ T = 500 / 18,000 കൊടുക്കുക. അത് നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 10 സെക്കൻഡ് എന്ന് കിട്ടും. അതാണ് അതിൻ്റെ ഉത്തരം. കാൽക്കുലേറ്റർ അടിച്ചാൽ മതി, ഉത്തരം കിട്ടും. ഇങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ്റെ ചോദ്യപേപ്പർ. നമുക്ക് ഇതിനകത്ത് 25 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 25 ക്വസ്റ്റ്യൻസിനും കൂടിയാണ് ഈ ഇത്രയും മാർക്ക് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇത്രേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാവുന്നേ ഉള്ളൂ. ഇതാണൊരു വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതാണ് നമുക്കിങ്ങനെ ഈ വിധത്തിൽ പെട്ടെന്ന് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമ്മൾ എത്രയും പെട്ടെന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് തിരിച്ചെത്തുന്നതായിരിക്കും. താങ്ക്സ് വൺസ് അഗൈൻ. ഓക്കെ, ബൈ.